ഇന്നത്തെ യാത്ര പാലക്കാട്ടേക്കാണ്, പക്ഷെ ബൈക്കിലല്ല, ബസ്സിലാണ്. അതിന് മുന്നേ ഞാനൊരു ജ്യൂസ് എന്തോ ഭാഗ്യത്തിന് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ എത്തി എനിക്കൊരു KSRTC. അങ്ങനെ ഒരു 1.5 മണിക്കൂറിന് ശേഷം ഞാൻ പാലക്കാടെത്തി. ഭയങ്കര ചൂടാണ് കഴിച്ചു. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് പാലക്കാടിലെ LIC ഓഫീസിലാണ്. എന്തിനാണെന്നറിയോ, ഞാൻ ചെറിയൊരു ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഈ ബുക്കുകൾ നിറയെ ഒപ്പുകൾ ഇട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ബാക്കി ഒപ്പ് വീട്ടിൽ കൊണ്ടുപോയിട്ട് അച്ഛനെയും അനിയനെ കൊണ്ട് എടുക്കും. ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഇതായിരുന്നു ഉച്ചത്തെ. അവിടെ നിന്ന് നേരെ KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നേരെ നാട്ടിലേക്ക് വിട്ടു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതേപോലെ ബസ്സിന് വരാതിരുന്നിട്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എന്ത് രസമാണ്. അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടക്കുകയാണ്. സന്ധ്യാസമയം. എന്ത് രസമല്ല ഇത് കൂടെ നടക്കാൻ. എത്രയൊക്കെ നാട് വിട്ട് പുറത്തു പോയി ജോലി ചെയ്താലും നാട്ടിൽ കിട്ടുന്ന സുഖം, അല്ലെങ്കിൽ നാട്ടിൽ ഇതുകൂടെ നടക്കുമ്പോഴുള്ള സുഖം, അത് വേറെ എവിടെയും കിട്ടില്ല. എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ളതിന്റെ ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. അങ്ങനെ ഞങ്ങളും ഈ സ്വപ്നത്തിലേക്കുള്ള ഓട്ടപ്പാച്ചില്ല. അങ്ങനെ ഞങ്ങൾക്ക് LICയിൽ നിന്നുള്ള ഹോം ലോൺ ഒക്കെ പാസ്സായി. ജോലി കിട്ടിയത് മുതൽ തുടങ്ങിയ EMI-കൾ 7 വർഷത്തിന് ശേഷം, അതായത് കഴിഞ്ഞ മാസം വരെ എല്ലാ ബാധ്യതകളും തീർത്ത് ഹാപ്പി ആയിരിക്കുമ്പോഴാണ് ഏതൊരു സാധാരണക്കാരെയും ലോക്കാക്കുന്ന അടുത്ത ബാധ്യത, ഹൗസിംഗ് ലോൺ. സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നത്തിലേക്കുള്ള പടി. വീടൊക്കെ ഒരു ഡെത്ത് മണി അല്ലേ എന്ന് പറയുന്നതിനോട് സ്വന്തമായ ഒരു വീടെങ്കിലും ഞങ്ങൾക്കുണ്ടല്ലോ എന്ന് പറയാനോ. ബൈ ദ വേ, ആരും ഇനി കടം ചോദിച്ച് വരേണ്ട. കുറച്ച് ക്യാഷ് തരം ഉണ്ടെങ്കിൽ തന്നു സാധിച്ചോളൂ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.